കേരളത്തിൽ വീണ്ടും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ സജീവമാകാൻ പോവുകയാണ്. ഇന്ന് 5 ജില്ലകളിലാണ് മഞ്ഞ അലർട്ട് അല്ലെങ്കിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം കേരള തീരത്തും കടൽക്ഷോഭ സാധ്യത കണക്കിലെടുത്ത് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് ശക്തമായ മഴയായി കണക്കാക്കുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. യെല്ലോ അലർട്ട് എന്നത് അത്ര പേടിക്കേണ്ട സാഹചര്യമാണെന്നല്ല, എന്നാൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ്. അതുകൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും മലയോര മേഖലകളിലുള്ളവരും പ്രത്യേകം ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം പോലുള്ള മലയോര മേഖലകളിൽ മഴ ശക്തമാകുമ്പോൾ വെള്ളക്കെട്ടിനും മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനുമുള്ള സാധ്യത വർദ്ധിക്കുന്നതിനാൽ മഴയുടെ അളവ് മാത്രമല്ല പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതിയും കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഇതിനോടൊപ്പം മറ്റൊരു പ്രധാന മുന്നറിയിപ്പാണ് കടലിനെ സംബന്ധിച്ചുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെ കടൽക്ഷോഭത്തിന് തുടർച്ചയായി കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള തീരപ്രദേശങ്ങളിൽ ഏകദേശം 1 മുതൽ 1.6 മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾക്ക് സാധ്യത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പ്രധാനമായും മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കടലിൽ പോകുന്നവർ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ അവഗണിക്കരുത്. തീർച്ചയായും തീരത്തോട് വളരെ അടുത്ത് നിൽക്കുന്നതും കടലിൽ ഇറങ്ങുന്നതും ഒഴിവാക്കുന്നതാണ് സുരക്ഷിതം. ഇനി അടുത്ത ചോദ്യം: കേരളത്തിൽ വീണ്ടും വലിയ മഴയാണോ വരുന്നത്? ഇപ്പോഴത്തെ മുന്നറിയിപ്പ് മാത്രം നോക്കി അതിനെ ഒരു വലിയ പ്രളയ സാഹചര്യമായി കാണേണ്ടതില്ല. നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം ചില ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്ക് കൂടുതൽ സാധ്യത. അതുകൊണ്ട് ഓരോ പ്രദേശത്തെയും പ്രാദേശിക കാലാവസ്ഥ കൂടി കണക്കിലെടുക്കണം, അല്ലെങ്കിൽ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇടിമിന്നലും ശക്തമായ കാറ്റുമാണ്. ചില പ്രദേശങ്ങളിൽ അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ശക്തമായ മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇത്തരം സമയങ്ങളിൽ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. മരങ്ങളുടെ താഴെ വാഹനം പാർക്ക് ചെയ്യാതിരിക്കുക. യാത്ര ചെയ്യേണ്ടി വന്നാൽ പ്രത്യേകിച്ച് മലയോര റോഡുകളിലും വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലും കൂടുതൽ ശ്രദ്ധ വേണം. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമതായി, നിങ്ങളുടെ ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് പരിശോധിക്കുക. രണ്ടാമതായി, മലയോര മേഖലകളിലുള്ളവർ ശക്തമായ മഴ തുടർന്നാൽ അധികൃതരുടെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക. മൂന്നാമതായി, മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് മുൻപ് ഔദ്യോഗിക മുന്നറിയിപ്പുകൾ നിർബന്ധമായും പരിശോധിക്കുക. മൂന്നാമതായി, ഇടിമിന്നലുള്ള സമയത്ത് വൈദ്യുത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലും പുറത്തേക്ക് ഇറങ്ങുന്നതിനും ജാഗ്രത പാലിക്കുക. ഒടുവിലൊരു കാര്യം കൂടി: കാലാവസ്ഥാ മുന്നറിയിപ്പ് എന്നത് മഴ ഉറപ്പായും പെയ്യുമെന്ന പ്രവചനമല്ല. അപകട സാധ്യത കൂടുതലുള്ള പ്രദേശങ്ങളിൽ ആളുകൾ മുൻകരുതലുകൾ എടുക്കുന്നതിനുള്ള സംവിധാനമാണ്. അതുകൊണ്ട് യെല്ലോ അലർട്ട് കണ്ടിട്ട് ഭയപ്പെടേണ്ടതില്ല. അതുപോലെ ഇവിടെ മഴയൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് മുന്നറിയിപ്പ് പൂർണ്ണമായി അവഗണിക്കുകയും ചെയ്യരുത്. കേരളത്തിൽ വീണ്ടും മഴ സജീവമാവുകയാണ്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടലിനും സാധ്യത. അതുകൊണ്ട് അടുത്ത മണിക്കൂറുകളിലും ദിവസങ്ങളിലും കാലാവസ്ഥാ വകുപ്പിൻ്റെ പുതിയ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. ഈ വിവരങ്ങൾ ഇന്ന് ലഭ്യമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ മാറാൻ സാധ്യതയുള്ളതിനാൽ ഏറ്റവും പുതിയ ഔദ്യോഗിക അറിയിപ്പുകൾ ഇൻഫോ മീഡിയ മുഖാന്തരം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.